now. ഓണം, വിഷു, വേല, ഉത്സവം, പൂരം എന്നിങ്ങനെ ആഘോഷവേളകളിലെല്ലാം കൈകൊട്ടിക്കളി ഉണ്ടാകും. കൈകൊട്ടിക്കളി ആചാരത്തെക്കാൾ ആഘോഷത്തിന്റെ പതിപ്പാണ്. തിരുവാതിരക്കളിയിൽ നിന്ന് വ്യത്യസ്തമായി ചുറുചുറുക്കുള്ള ചുവടുകൾ, ഓണപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങി ഇമ്പമുള്ള പാട്ടുകൾ, ചാട്ടം, പരസ്പരം ഉച്ചത്തിൽ കൈകൊട്ടൽ, ചടുലമായ ചുവടുകൾ എന്നിവ കാണികളെയും ആവേശത്തിലെത്തിക്കും. ഇത് പറവൂരിലെ നാട്യ കൈകൊട്ടിക്കളി സംഘം. 14 പേരുള്ള നാട്യ വിവിധയിടങ്ങളിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. വഞ്ചിപ്പാട്ടും നാടൻപാട്ടുമൊക്കെയായി ഓണത്തിരക്കിലേക്ക് മാറിയിരിക്കുകയാണിവർ. കൈകൊട്ടിക്കളി സംഘത്തിന് ഓണമെത്തിയാൽ ഒരു ആവേശമാണെന്നും ഇവർ പറയുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ തുടങ്ങിയതാണ്. ഒരു ഉത്സവത്തിന്റെ ഭാഗമായി പരിപാടി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. തനിമയാർന്ന പാട്ടും ചുവടുവയ്പും വേഷവുമൊക്കെയാണ് കൈകൊട്ടിക്കളിയെ വ്യത്യസ്തമാക്കുന്നത്. സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും കൈകൊട്ടിക്കളിയിൽ ചുവടുവയ്ക്കും. പണ്ട് പരമ്പരാഗതമായി പാടിക്കിട്ടിയ പാട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ചില സിനിമാ ഗാനങ്ങളും കൈകൊട്ടിക്കളിയുടെ ഭാഗമായിട്ടുണ്ട്. എങ്കിലും കൈകൊട്ടിക്കളിയില്ലാതെ എന്തോണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ആഘോഷം ഏതായാലും കൈകൊട്ടിക്കളി അതെന്നും ഒരു ഹരമാണ്. ഓണമെങ്ങെത്തിയാൽ പിന്നെ പറയേണ്ടതില്ല, തിരക്കോട് തിരക്കാണ്. ശരിയാണ്, ഓണമെങ്ങെത്തി, ഇവർക്ക് വലിയ തിരക്കാണ്. ഇനി ആഘോഷ രാവുകളുമാണ്. കൈകൊട്ടിക്കളി അങ്ങനെ ഹരം പിടിച്ചു വരികയുമാണ്. കൊച്ചിയിൽ നിന്നും ഷിജു ചവറയ്ക്കും ഹസീബിനുമൊപ്പം അൻമരിയ സനി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.